തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിൽ സംരംഭകരെയും വിശുദ്ധമായ ദീൻ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അധ്വാനവുമായി ബന്ധപ്പെട്ട മാർഗങ്ങളും ആരാധന എന്ന കോൺസെപ്റ്റാണ് നമ്മുടെ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഗോള ലോകം ഇന്ന് ലോക തൊഴിലാളി ദിനം മെയ് 1 തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തൊഴിലുകളുടെ നിലനിൽപ്പിനും തൊഴിലാളികളുടെ നിയമങ്ങൾക്കും വേണ്ടി, അവരുടെ അവകാശങ്ങളുടെ സംരക്ഷണ ദിനവുമായി മെയ് 1 ആഗോളതലത്തിൽ ലോക തൊഴിലാളി ദിനം എന്ന പേരിൽ ആചരിക്കപ്പെടുകയും ഈ ഒരു മാസകാലഘട്ടം തൊഴിലുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ ചർച്ചകൾ ലോകത്ത് നടക്കുകയും ചെയ്യുന്നു എന്നത് സുവിദിതമാണ്. ആരായിരുന്നു തൊഴിലാളികൾ? ഒരു കാലഘട്ടത്തിൽ അടിമകളെ പോലെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു തൊഴിലാളികൾ എന്നതാണ് പരമമായ സത്യം. പ്രത്യേകത, ഒരു കാലഘട്ടത്തിൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലിനു വേണ്ടി കടന്നു വരുന്നവർ, അവരെ അക്കാലഘട്ടം വിളിക്കപ്പെട്ടത് തന്നെ മൈഗ്രന്റ് വർക്കേഴ്സ് എന്നാണ്, കുടിയേറ്റക്കാരായ തൊഴിലാളികൾ. അത്തരം കുടിയേറ്റക്കാരായ തൊഴിലാളികൾ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് കടന്നു വരുമ്പോൾ സാധാരണ പാടങ്ങളിൽ കന്നുകാലികൾ ഉഴുന്നതായി നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ കന്നുകാലികൾക്ക് പകരം മനുഷ്യനെ നുകം കെട്ടി പണിയെടുപ്പിച്ചിരുന്ന ഒരു യൂറോപ്യൻ കാലഘട്ടത്തെ നമുക്ക് ഇന്ന് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ ആളുകളെയാണ് അടിമകളായി പിടിച്ചെടുത്തുകൊണ്ടുപോയി നിർബന്ധിതമായി തൊഴിലെടുപ്പിച്ചിരുന്നത് എന്ന ചരിത്രങ്ങളിലേക്ക് മെയ് ദിനത്തിലെങ്കിലും നാം ഒന്ന് തിരിഞ്ഞ് സഞ്ചരിക്കണം. ചരിത്രങ്ങളുടെ പഠനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏകദേശം 1 കോടി മുതൽ 1.2 കോടി വരെ ആളുകളെ അമേരിക്കയും യൂറോപ്പും ഒക്കെ നിർബന്ധമായി രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ഇടങ്ങളിൽ പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് വ്യക്തമായ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എല്ലാ സംവിധാനങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടി നമ്മുടെ കേരള സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ രാജ്യത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഈ കേരളത്തിന് മുൻകാല ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളും നമ്മൾ പഠിക്കണം. കോരനും കഞ്ഞി കുമ്പിളിൽ കേരളത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കോരന കഞ്ഞി കുമ്പിളിൽ എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ വിവക്ഷ? അന്ന് കേരളത്തിൽ ജാതീയത നിലനിന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൽ നിലനിന്നിരുന്നു. മണ്ണ് കുഴിച്ചിട്ട് ആ കുഴിച്ച മണ്ണിലേക്ക് ചേമ്പിലകൾ എടുത്തു വെച്ചിട്ട് ആ കുഴിച്ചിട്ട മണ്ണിലെ ചേമ്പിലകളിൽ തൊഴിലാളികളായ മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പിയിരുന്ന ഒരു കേരളത്തിന്റെ പൗരാണിക ചരിത്രത്തെ മെയ് ദിനം ആചരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നിലനിന്നിരുന്ന ശക്തമായ ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥയിൽ തൊഴിലാളികളെ കുറഞ്ഞ ആളുകളായിട്ട് കണ്ടിരുന്നു. ഉന്നതന്മാർ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഭക്ഷണം അവർക്ക് വിളമ്പാതെ ചേമ്പിലകളിൽ
ജാതി വ്യവസ്ഥതയുടെ ഭാഗമായിട്ട് പോലും തൊഴിലാളികൾക്ക് ഭക്ഷണം വിളമ്പിയിരുന്ന ഒരു കേരളത്തിന്റെ പാരമ്പര്യം ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. യൂറോപ്പിന്റെ ചരിത്രം മാത്രമല്ല, അമേരിക്കയുടെ ചരിത്രം, ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രം മാത്രമല്ല, 1800-കളിൽ ആഗോളതലത്തിൽ തൊഴിലാളികൾ സംഘടിച്ചിട്ട് അടിമത്വത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നുവെന്ന് ചരിത്രങ്ങൾ പറയുകയാണ്. 1800-കളിൽ അങ്ങനെ 1856 കാലഘട്ടമാകുമ്പോ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ദിനം സെലക്ട് ചെയ്യുകയാണ്. മെയ് 1 തൊഴിലാളി ദിനം. അങ്ങനെയാണ് വാർത്താ മാധ്യമങ്ങൾ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്ന തൊഴിലാളി ദിനത്തെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ലോകത്ത് രൂപപ്പെട്ടത്. റോബർട്ട് ഓവൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു. 1817-കളിൽ അദ്ദേഹം ഒരാശയം ലോകത്ത് പങ്കുവെച്ചു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. ഇങ്ങനെ ടൈം ടേബിൾ സിസ്റ്റം, ടൈം ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ടൈം ടേബിൾ സിസ്റ്റം മനുഷ്യ ജീവിതത്തിന് വേണ്ടി, തൊഴിലാളി ജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കുകയാണ്. 8 മണിക്കൂർ വിശ്രമത്തിന് വേണ്ടി, 8 മണിക്കൂർ വിനോദത്തിന് വേണ്ടി. പക്ഷെ ഇത് ലോകം അന്ന് അംഗീകരിച്ചില്ല. അങ്ങനെ 1919-കളിലാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 8 മണിക്കൂർ ജോലി എന്ന നയത്തെ അംഗീകരിച്ചു തുടങ്ങിയത്. ഞാനിതിവിടെ ആമുഖമായി പറഞ്ഞത് എന്തിനാണ്? ഇന്ന് ലേബർ ആക്ടുകളുണ്ട്, തൊഴിൽ നിയമങ്ങളുണ്ട്, തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ദിനം തന്നെ ഉണ്ട്. മെയ് 1 തൊഴിലാളികളുടെ ആഘോഷ ദിനം, ചർച്ചാ ദിനം, ഭാവിയെ കുറിച്ചുള്ള സുരക്ഷകൾ ചർച്ച ചെയ്യുന്ന ദിനം. പക്ഷെ ഇതിനേക്കാളെല്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊഴിലാളികളെ കുറിച്ച് ലോകത്തോട് സംസാരിച്ചു. പരിശുദ്ധമായ മദീനയുടെ മണ്ണിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തൊരു ലേബർ ആക്ടും നിലവിൽ വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് മഹാനായ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുണ്യനബി